നൽകുന്ന സൗജന്യ റേഷനും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും അവരെ രാഷ്ട്ര വികസനത്തിനായി സംഭാവന ചെയ്യുന്നവരുടെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ഒരു പരാന്നഭോജി വർഗത്തെ സൃഷ്ടിക്കുകയല്ലേ എന്ന ജസ്റ്റിസുമാരായ BR ഗവായ്, AG മസീഹ് എന്നിവരുൾപ്പെട്ട സുപ്രീം കോടതി ബെഞ്ചിന്റെ നിരീക്ഷണം അനവസരത്തിലുള്ളതും സമകാലീന ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളുടെ സമ്പൂർണ്ണ നിരാകരണവുമാണ്. ഭവനരഹിതർക്കായുള്ള അഭയകേന്ദ്രങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന ധനസഹായം നിർത്തലാക്കിയതിനെ തുടർന്നുണ്ടായ സ്ഥിതിവിശേഷത്തെ പറ്റിയുള്ള ഒരു പരാതിയിലായിരുന്നു സുപ്രീം കോടതി ബെഞ്ചിന്റെ മേൽപ്പറഞ്ഞ പ്രതികരണം. ഭവനരഹിതരും തെരുവുകളിൽ കഴിയുന്നവരുമായ പാവപ്പെട്ടവർക്കായി നഗരങ്ങളിൽ രാത്രികാല അഭയകേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകി വന്നിരുന്ന ധനസഹായം കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി BJP സർക്കാർ അവസാനിപ്പിച്ചിരുന്നു. തൽഫലമായി തീവ്ര കാലാവസ്ഥയിൽ തെരുവുകളിൽ കഴിയാൻ നിർബന്ധിതരായവർക്കിടയിലെ അകാല മരണസംഖ്യയിൽ അടുത്ത കാലത്തായി വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ശീതകാലത്തു മാത്രം 750-ൽ പരം ആളുകൾ തെരുവുകളിൽ മരിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. അത്തരം മരണങ്ങളിൽ ഏറെയും സംഭവിക്കുന്നത് രാഷ്ട്ര തലസ്ഥാനത്തും മെട്രോപൊളിറ്റൻ നഗരങ്ങളിലുമാണ്. ഭവനരഹിതരായവർക്ക് രാത്രികാല അഭയകേന്ദ്രങ്ങൾ എന്നത് US ഉൾപ്പെടെ വികസിത രാഷ്ട്രങ്ങളടക്കം ലോക രാഷ്ട്രങ്ങൾ മിക്കതും കാലങ്ങളായി തുടർന്നു വരുന്ന പദ്ധതികളിൽ ഒന്നാണ്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭവനരാഹിത്യം, നഗരകുടിയേറ്റം എന്നിവയാണ് ലോകത്തെവിടെയും ജീവിതങ്ങളെ തിരിവാധാരമാക്കുന്നത്. രാത്രികാല അഭയകേന്ദ്രങ്ങൾ ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെങ്കിലും അതിദരിദ്രരായ സഹജീവികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അത്തരം പദ്ധതികൾക്ക് നിർണായക പങ്കാണുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വെച്ച് പ്രഖ്യാപിക്കുന്ന സൗജന്യങ്ങളും ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം സാമ്പത്തികവും സാമൂഹികവും ചരിത്രപരവുമായ കാരണങ്ങളാൽ നേരിടുന്ന അതീവ പിന്നാക്കാവസ്ഥയും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ്. ഒന്ന് രാഷ്ട്രീയ ലാഭത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള അഴിമതിയാണ്. രണ്ടാമത്തേത് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അവരുടെ അത്യന്തം ദുരിതപൂർണമായ ജീവിതാവസ്ഥയിൽ തെല്ലെങ്കിലും ആശ്വാസം പകരാൻ ഉതകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. ഇവ രണ്ടിനെയും വീണ്ടുവിചാരം കൂടാതെ തുലനം ചെയ്യാൻ മുതിരുന്നത് ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള അജ്ഞതയോ ബോധപൂർവമായ അവഗണനയോ മാത്രമായി വിലയിരുത്താനാവൂ. സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ വിലയിരുത്തൽ അത്തരത്തിൽ ഒന്നാണെന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. സൗജന്യ റേഷൻ വലിയൊരു വിഭാഗത്തിന് നൽകേണ്ടി വരുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെയും വിശപ്പിനെയുമാണ് തുറന്നു കാട്ടുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിലും വികസന പ്രക്രിയയിലും പങ്കെടുക്കാൻ മഹാഭൂരിപക്ഷത്തിനും കഴിയാത്തത് അതിനുള്ള അവസരം അവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ്. പട്ടിണിക്കൂലിക്ക് പണിയെടുക്കാൻ തയ്യാറുള്ള 10 കോടിയിലധികം ഗ്രാമീണർക്കാണ് സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ലഭിക്കേണ്ടിയിരുന്ന തൊഴിൽ നിഷേധിക്കപ്പെട്ടത്. പട്ടിണി അകറ്റാൻ പോലും പര്യാപ്തമായ കൂലി ലഭിക്കാത്ത പ്രസ്തുത പദ്ധതിയിൽ ഇപ്പോൾ തന്നെ 14 കോടിയോളം ഗ്രാമീണർ പണിയെടുക്കുന്നുണ്ട്. ലാഡ്ലി ബഹന പോലുള്ള പദ്ധതികൾ ജനപ്രിയമാക്കുന്നതും മഹാഭൂരിപക്ഷത്തിന്റെയും ദരിദ്രാവസ്ഥയാണ് തുറന്നു കാട്ടുന്നത്. അതിസമ്പന്നരുടെ വിവാഹത്തിന് വായുസേന താവളങ്ങൾ പോലും തുറന്നു കൊടുക്കുന്ന രാജ്യത്ത് മഹാഭൂരിപക്ഷം പെൺകുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വിവാഹ സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ സർക്കാരിന് മുന്നിൽ പിച്ചച്ചട്ടി നീട്ടണമെന്നതാണ് അവസ്ഥ. വസ്തുത ഇതായിരിക്കെ പരമോന്നത കോടതിക്ക് മഹാഭൂരിപക്ഷം ജനങ്ങളും അലസന്മാരും പരാന്നഭോജികളുമാണെന്ന് തോന്നുന്നെങ്കിൽ അത് ജനങ്ങളുടെ കുറ്റമല്ല. സാമാന്യ ജനങ്ങൾ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന നമ്മുടെ പരമോന്നത നീതിപീഠം പോലും ശീഷ് മഹലായി അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. പരാതിക്കാരനും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും കോടതിയിൽ രാഷ്ട്രീയം പറയുന്നുവെന്നായിരുന്നു സുപ്രീം കോടതി ബെഞ്ചിന്റെ പണ്ഡിതോചിത നിരീക്ഷണം. തെരുവിൽ മരിക്കുന്നവരുടെ ജീവന് വേണ്ടി പരമോന്നത നീതിപീഠത്തെ സമീപിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ സൗജന്യ റേഷൻ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയെ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കിയുള്ള സൗജന്യങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? ഭരണഘടനാ വിരുദ്ധമായ ധനാഗമ മാർഗങ്ങൾ അവലംബിച്ചും സൗജന്യ പ്രഖ്യാപനങ്ങൾ എന്ന അഴിമതിയുടെയും ബലത്തിലും അധികാരം കൈയാളുന്നവരെ നിലയ്ക്ക് നിർത്തേണ്ടവർ അവസരം വരുമ്പോൾ കവാത്തു മറക്കുന്നതും രാഷ്ട്രീയമാണ്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമടക്കം നീതിന്യായ സംവിധാനം എന്നത് ഒരു ബൃഹത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഉൽപ്പന്നമാണ്. അതു മറന്ന് അധികാര രാഷ്ട്രീയത്തിൻ്റെയും വരേണ്യ പ്രീണനത്തിൻ്റെയും വേദികളായി നീതിപീഠം മാറിക്കൂടാ.
ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം പരാജയപ്പെട്ടിടത്താണ് ജനരോക്ഷം തടഞ്ഞു നിർത്താൻ സൗജന്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ സൗജന്യ പ്രഖ്യാപനങ്ങൾ പരമോന്നത കോടതിയുടെ പരിഗണനാ വിഷയമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി കോടതി അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാൻ രാജ്യം കാത്തിരിക്കുകയാണ്.